വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ തിയറി ഭാഗമാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താണ് വെക്റ്റർ എന്ന് ആദ്യം പറയാം. വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയറക്ഷൻ ഉണ്ടാവണം, അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഉള്ള കമ്പോണൻസിനാണ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വെറുതെ ഒരു സ്കെയിലിൽ ഒരു പെൻസിലിന്റെ നീളം അളക്കാണെങ്കിൽ നമുക്ക് അത് വില 10 സെന്റിമീറ്റർ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അതേസമയം ഒരു കാറ് മൂവ് ചെയ്യാന്ന് വിചാരിക്കുക, അതിന് ഇത്ര വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 60 മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. കാറ് പോകുന്ന ഒരു ഡയറക്ഷനും ഉണ്ടാവും അല്ലെ, രണ്ടും കൂടി ഉണ്ടാവും. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്ടേഴ്സ് എന്ന്. നമുക്കതിപ്പം നമ്മളുടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് നമുക്കിപ്പോ എക്സും വൈയും സെഡുള്ള കണക്കാണ് ഞാൻ കാര്യം പറയണേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റിന് ഒരു പൊസിഷൻ വെക്ടർ ഉണ്ടാവുമല്ലോ. സം എക്സ് കോമ വൈ കോമ സെഡ് വെച്ചിട്ട് അതിന് ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഈ വെക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതിനാണ് നമ്മൾ പറയുന്നത്. ആ വെക്ടർ ആക്കി എഴുതുമ്പോൾ അത് എങ്ങനെയാ വരിക, എ വെക്ടർ ഈസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്, ഇങ്ങനെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ വെക്ടറിന്റെ റെപ്രസെന്റേഷൻ പൊസിഷൻ വെക്ടറിന്റെ. ഇനി ഇതിന്റെ മോഡുലസ് എന്ന് പറയുന്നതോ ഒറിജിനിൽ നിന്നുള്ള ദൂരം അല്ലെ, ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ഈ വെക്ടറിന്റെ അല്ലെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ ഇല്ലേ. ഇനി അടുത്തത് പറയുന്നത് നമുക്ക് ഡയറക്ഷൻ കൊസൈനും ഡയറക്ഷൻ റേഷ്യോ ആണ്. അപ്പൊ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്, ഞാൻ ഈ ലെറ്ററിനെ ഒന്ന് ചേഞ്ച് മാറ്റി ആർ വെക്ടർ ആക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാട്ട് ഇതാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ കണ്ടത് തന്നെ മതി, നമുക്ക് അതായിരിക്കും നല്ലത്. അപ്പൊ നമ്മള് ഓരോന്നിനും എടുക്കാം. അപ്പൊ ഞാനിപ്പോ എക്സ് ആക്സിസിന്റെ ആണ് ഇത് എടുക്കണേ കേട്ടാ, എക്സും വൈയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയപ്പോ ഞാൻ ഈ ആംഗിളിനെ ആൽഫ എന്ന് വിളിക്കാന്ന് വിചാരിക്കൂ. എങ്കിൽ നമുക്ക് ഇവിടുന്ന് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ കണ്ടുപിടിക്കാലോ. കോസ് ആൽഫ എന്ന് പറയുമ്പോൾ എന്താ പറയാ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ അല്ലേ. ക്ലിയർ അല്ലേ. ഇതേപോലെ ഇതേ കൺസെപ്റ്റ് തന്നെ വൈ ആക്സിസ് വിചാരിക്കും. ഇതിപ്പോ എക്സ് ആക്സിസ് അല്ലേ, വൈ ആക്സിസ് വിചാരിക്കുക. അപ്പൊ നമുക്ക് വൈ ബൈ മോഡല്ലേ വരിക എന്ന് പറഞ്ഞാൽ കോസ്, അവിടുത്തെ ആംഗിൾ വേറെ ആയിരിക്കും. കോസ് ബീറ്റ ഈസ് ഈക്വൽ ടു വൈ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ കിട്ടി. ഓക്കെ, പിന്നെ അതേപോലെ കോസ് ഗാമ ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് കിട്ടി അല്ലെ. ഇതില് കോസ് ആൽഫേനെ നമ്മൾ എൽ എന്നും കോസ് ബീറ്റേനെ എം എന്നും കോസ് ഗാമേനെ നമ്മൾ എൻ എന്നും വിളിക്കുന്നു. ദീസ് എൽ കോമ എം ആൻഡ് ആർ കോൾഡ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ എന്താണ് ഡയറക്ഷൻ കൊസൈൻ എന്നുള്ളത്. ഇനി നമുക്ക് ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാം അല്ലെ. അതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവരുടെ റിലേഷൻ ഉണ്ട്. അതായത് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്താന്ന് അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോസ് സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് എന്താ വരാ, എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എയുടെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എയുടെ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എയുടെ സ്ക്വയർ അല്ലേ. മുകൾ ഭാഗം നോക്കിയേ, റൂട്ടില്ലാത്ത മോഡുലസ് അല്ലേ എന്ന് പറഞ്ഞാൽ അത് മോഡുലസ് ഓഫ് എയുടെ സ്ക്വയർ തന്നെയല്ലേ. മോഡുലസ് ഓഫ് എയുടെ സ്ക്വയർ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എയുടെ സ്ക്വയർ എന്താ വരാ, 1 കിട്ടി. സോ നമുക്കൊരു റിലേഷൻ കിട്ടി ഇവിടുന്ന്, എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയായിരുന്നു അല്ലെ. ഇനി അടുത്തൊരു ഇതിൽ നിന്ന് നമ്മൾ ഡയറക്ഷൻ റേഷ്യോയിലേക്ക് പോവാം. നോക്കിയേ, ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് സെഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൽ എം എൻ എന്ന് കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമേനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, എൽ ആർ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് അല്ലേ. അതുപോലെ എം ആർ, ആർ മീൻസ് മോഡുലസ് ഓഫ് എ ട്ടാ, മോഡുലസ് ഓഫ് എ, എല്ലിന്റെ മോഡുലസ് ഓഫ് എ, അതുപോലെ എമ്മിന്റെ മോഡുലസ് ഓഫ് എ, എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് സെഡ് കോർഡിനേറ്റ് അല്ലെ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോ. അപ്പൊ ഡയറക്ഷൻ കൊസൈൻ എന്താണെന്നും ഡയറക്ഷൻ റേഷ്യോ എന്താണെന്നും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. വെക്ടറിന്റെ ഡെഫിനിഷൻ കണ്ടു അല്ലെ. ഇനി നമുക്ക് വെക്ടർ അഡീഷൻ, നമ്മൾ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ കൂട്ടാനും കുറയ്ക്കാനും കുടിക്കാനൊക്കെ പഠിക്കണമല്ലോ. നമുക്ക് അഡീഷൻ നോക്കാം. അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് എന്റെ എ വെക്ടർ എന്ന് വിചാരിക്കുക, അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ. അതേപോലെ തന്നെ ബി വെക്ടറിന്റെ ഡയറക്ഷൻ
അങ്ങനെ മുകളിലോട്ടാന്നിരിക്കുക എങ്കിൽ ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരയ്ക്കുന്ന ഇത് എന്ന് പറയുന്നത് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അതേസമയം എ വെക്റ്റർ പതിവ് പോലെ ഇങ്ങനെ വരച്ചു, എ വെക്റ്റർ ഈ സൈഡിലോട്ട് വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബി വെക്റ്റർ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട് നമ്മള് എന്ന് വിചാരിക്കുക. അവിടെ നിന്ന് നമ്മൾ നേരെ ഡയറക്ഷൻ മാറ്റില്ലേ? ഡയറക്ഷൻ മാറ്റിയാൽ നമുക്ക് കിട്ടുന്നത് മൈനസ് ബി വെക്റ്റർ. കാരണം ബി വെക്റ്ററിനല്ലേ നമ്മൾ നെഗറ്റീവ് അടിച്ചേക്കണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ കവർ ചെയ്ത് ഇവിടെ വരെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നത് കണ്ട, അത് എന്ന് പറയുന്നത് എ വെക്റ്റർ പ്ലസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ വെക്റ്റർ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത്. അപ്പൊ തിരിച്ചറിയുന്നത് എന്താ വെച്ചാൽ ഇവിടുത്തെ ആവശ്യം നിങ്ങൾ ആ ഡയറക്ഷൻ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. എങ്ങനെയാണ് എ പ്ലസ് ബി കിട്ടിയത്, എങ്ങനെയാണ് എ മൈനസ് ബി കിട്ടിയത്. അല്ലാണ്ട് രണ്ട് വെക്റ്റർ ആഡ് ചെയ്യാൻ നല്ല സുഖമല്ലേ? ഐ കമ്പോണന്റ് ആഡ് ചെയ്യുക, ജെ കമ്പോണന്റ് ആഡ് ചെയ്യുക, കെ കമ്പോണന്റ് ആഡ് ചെയ്യുക, അത്രയുള്ള പരിപാടിയുള്ളൂ. അത് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതിന്റെ ഡയറക്ഷൻ തിരിച്ചറിയൽ ഇച്ചിരി അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. അപ്പൊ എ പ്ലസ് ബി കണ്ടു, എ മൈനസ് ബി കണ്ടു അല്ലെ? ഇനി നമുക്ക് ഇൻഡു ചെയ്യണം അല്ലെ? ഇൻഡു ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്കെയിലാർ പ്രൊഡക്റ്റ് ഉണ്ട്, വെക്റ്റർ പ്രൊഡക്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരെണ്ണം കാണിച്ചു തരാം. അതായത് A1 ഐ ക്യാപ്പ്, A2 ജെ ക്യാപ്പ്, A3 കെ ക്യാപ്പ്, ഒരാള് ഡോട്ടാണ് കാണിക്കാൻ പോണേ. B1 ഐ ക്യാപ്പ്, B2 ജെ ക്യാപ്പ്, B3 കെ ക്യാപ്പ് കൊടുത്തേക്കാന്ന് വിചാരിക്കാം. എങ്കിൽ എ ഡോട്ട് ബി, അതായത് ഈ രണ്ടും ഡോട്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3. ശരിയല്ലേ? ഇവിടെ നോക്കിയാൽ ഐ ജെ കെ ഇല്ലല്ലോ. അപ്പൊ ഐ ജെ കെ ഇല്ലാണ്ട് നമുക്കൊരു പെർട്ടിക്കുലർ നമ്പർ ആയിരിക്കും കിട്ടാൻ 2 3 5 അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന വേറൊരു പേരെന്താണ്? സ്കെയിലാർ പ്രൊഡക്റ്റ്. ഇനി ക്രോസ് നമുക്ക് നോക്കി നോക്കാം. ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഐ ജെ കെ മുകളിൽ എഴുതും. നമ്മൾ ഡിറ്റർമിനന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെയാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 A2 A3 കൊടുക്കാം. അത് ഇതിനെ ഞാൻ എ വെക്ടറിനും ഇതിനെ ബി വെക്ടർ എന്ന് വിളിക്കുകയാണെ. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആദ്യം എന്റെ സെറ്റപ്പും പിന്നെ അടുത്തത് ബിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 B1 വരും, B2 വരും, B3 വരും. ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളതല്ലേ? എങ്ങനെയായിരുന്നു അത്? I ഇൻറ്റു A2 B3 മൈനസ് A3 B2 മൈനസ് J ഇൻറ്റു A1 B3 മൈനസ് A3 B1 പ്ലസ് K ഇൻറ്റു A1 B2 മൈനസ് A2 B1. ഓക്കെ അല്ലേ? അപ്പോ ഇതാണ് നമ്മളുടെ ക്രോസ് പ്രോഡക്റ്റ്. ഇവിടെ നോക്കിയാൽ ഐയും ജെയും കെ വന്നില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് വെക്റ്റർ പ്രൊഡക്റ്റ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി? നേരത്തെ സ്കെയിലർ പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ നമുക്കൊരു നമ്പർ ആയിരുന്നു ഐയും ജെയും കെയും ഇല്ലാത്തത്. പക്ഷെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എഴുതുന്നത് എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ, അങ്ങനെയാണ് എഴുതാം കേട്ടോ. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത പക്ഷെ എന്തുണ്ട്? ഐയും ജെയും കെയും വന്നു അല്ലെ? ഐയും ജെയും കെയും വന്നത് കൊണ്ട് അത് നമുക്കൊരു വെക്റ്റർ പ്രൊഡക്റ്റ് എന്ന് പറയാം. അല്ലാണ്ട് വേറൊരു ഇക്വേഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഡുലസ് ഓഫ് എ വെക്റ്റർ ഇൻറ്റു മോഡുലസ് ഓഫ് ബി വെക്റ്റർ ഡിവൈഡ് ഇൻറ്റു cos theta എന്നും, where theta is the angle between vector A and vector B. ഓക്കെ, അതേപോലെ തന്നെ അപ്പൊ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ബി കോസ് തീറ്റ എന്ന് പറയാൻ പറ്റും. പിന്നെ അടുത്തത് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി സൈൻ തീറ്റ. അപ്പൊ തന്നെ ഇവിടെ നോക്കിയൊക്കെ നമുക്ക് ഇവിടുന്ന് ടാൻ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നല്ല എളുപ്പമാണ്. കാരണം ഇത് രണ്ടും മൊത്തത്തിൽ രണ്ട് ഡിവിഷൻ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ഡോട്ട് ബി ബൈ എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ ഒക്കെ ക്യാൻസൽ ചെയ്യപ്പെട്ട് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റ കിട്ടും. അതേപോലെ തിരിച്ച് ചെയ്ത് നോക്കി നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് അപ്പൊ എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി? നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എന്ന് കിട്ടി. കണ്ട, ഇങ്ങനെ ഈ സാധനങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അടുത്ത വേറൊരു കാര്യം പറയാം. എ ഡോട്ട് ബിയുടെ സ്ക്വയർ പ്ലസ് എ ക്രോസ് ബിയുടെ സ്ക്വയർ ചെയ്ത് നോക്കാം നമുക്ക്. എ ഡോട്ട് ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞത് എ സ്ക്വയർ പ്ലസ് ബി എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്നല്ലേ?
പ്ലസ് അടുത്ത എന്താ വരിക എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ അല്ലേ. അതിൽ എ സ്ക്വയറും ബി സ്ക്വയർ കോമൺ ആയതുകൊണ്ട് എനിക്ക് എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ പുറത്തേക്ക് എടുക്കാമല്ലോ. അപ്പൊ എന്താ കിട്ടുക കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അത് നമുക്കറിയാം ഐഡന്റിറ്റി പ്രകാരം 1 ആണെന്ന് അല്ലേ. അതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇക്വേഷൻ എ ഡോട്ട് ബിയുടെ സ്ക്വയറും പ്ലസ് എ ക്രോസ് ബിയുടെ സ്ക്വയറും ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻസ് ആണ്. എന്താണ് ആക്ച്വലി എ ക്രോസ് ബി എന്ന് നമ്മൾക്ക് ഇപ്പൊ 3 പേര് മ്യൂച്വലി ഞാൻ വരച്ചു വരുമ്പോ എന്താവുന്നു എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 പേരെ വിചാരിക്കുക. അതിൽ ഒരാൾ എ ആണെന്നായിരിക്കും, ഒരാൾ ബി വെക്ടർ ആണെന്നായിരിക്കും. എങ്കിൽ ഇയാള് നമ്മൾ സി വെക്ടർ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് എ ക്രോസ് ബി ആയിരിക്കും കേട്ടോ. അതായത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരാളാണ് എ ക്രോസ് ബി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. റീസൺ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് ചോദ്യത്തിൽ ഒരു എ വെക്ടർ തന്നിട്ടുണ്ട്, പിന്നെ അതേപോലെ ബി വെക്ടർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ വേറൊരു വെക്ടർ സി വെക്ടർ ഉണ്ട് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്നാ. പക്ഷെ അപ്പൊ നമ്മൾ ഓടിപ്പോയിട്ട് എന്ത് എഴുതി വെച്ചേക്കരുത്, എ ക്രോസ് ബി ഈക്വൽ ടു സി എന്ന് എഴുതി വെച്ചേക്കരുത്. ഉറപ്പാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈക്വൽ ആണെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്താ ചിലപ്പോ ഏതെങ്കിലും ഒരു സ്കെയിലർ നമ്പറിന്റെ വ്യത്യാസത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വല്ല എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ വല്ല കോൺസ്റ്റന്റ് ഇൻറ്റു സി വെക്ടർ ആയിരിക്കും. അല്ലാണ്ട് ഡയറക്റ്റ് ഈക്വൽ ആണോ നിർബന്ധമില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഏതെങ്കിലും ഒരു സ്കെയിലർ മൾട്ടിപ്പിൾ ആവാനാണ് ചാൻസ് കൂടുതൽ. ക്ലിയർ അല്ലേ? പക്ഷെ ഇങ്ങനെ പറയാൻ പറ്റും നമുക്ക് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആളാണ് എന്ത് എ ക്രോസ് ബി എന്ന് പറയുന്നത്. അതേപോലെ ഒരു വെക്ടർ നമുക്ക് തന്നേക്കാം, അത് യൂണിറ്റ് വെക്ടർ അല്ല. യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് 1 ആകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. എല്ലാവരും യൂണിറ്റ് വെക്ടർ ആണെന്ന് നിർബന്ധം ഉണ്ടാ ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, എ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് യൂണിറ്റ് വെക്ടർ കണ്ടെത്താനായിട്ട് കഴിയും. ാണ് നമ്മുടെ സെക്ഷൻ ഫോർമുല. ഓൾറെഡി സെക്ഷൻ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, mx2 പ്ലസ് nx1 എന്ന് പറഞ്ഞിട്ട്. അതേപോലെ വെക്ടറിന്റെ കേസിൽ നമുക്ക് സെക്ഷൻ പറയാൻ പറ്റും. അത് തന്നെ നമുക്ക് പോയിന്റ് ഇട്ടും പറയാനൊക്കെ പറ്റൂട്ടോ, അത് കുഴപ്പമൊന്നുമില്ല എങ്ങനെയായാലും. അതെന്തായിരുന്നു സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്, ഇന്റേണൽ ഉണ്ടായിരുന്നു എക്സ്റ്റേണൽ ഉണ്ടായിരുന്നു അല്ലെ. ഇന്റേണൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, 2 പോയിന്റ്. അതായത് ഇങ്ങനെ 2 പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡിവിഷൻ m:n ആണെങ്കിൽ അതിന് സെക്ഷൻ ഫോർമുല ഉണ്ടായിരുന്നില്ലേ. എന്തായിരുന്നു അത്, mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. ഇത് ഇന്റേണൽ ആണ്. പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇന്റേണൽ, മൈനസ് വന്നു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ. അടുത്തത് my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് 1. ഇതേ കൺസെപ്റ്റ് സെഡിന്റെയും കൂടി എഴുതാണെന്നുണ്ടെങ്കിൽ അത് 3ന്റെ ആയിട്ടാ, അതായത് 3D സ്പേസിന്റെ ആവും. അതേപോലെ തന്നെ നമുക്ക് മൈനസ് വരാണെങ്കിൽ അത് എന്തായി മാറുന്നു, ഇന്റേണൽ ഡിവിഷൻ എക്സ്റ്റേണൽ ഡിവിഷൻ ആയി മാറുന്നു. ഇത് തന്നെ വെക്ടറിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്, എ വെക്ടറും ബി വെക്ടറും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അവരുടെ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ആർ വെക്ടർ എന്ന് പറയുന്നത് m ഇൻറ്റു ബി വെക്ടർ പ്ലസ് n ഇൻറ്റു എ വെക്ടർ ഡിവൈഡഡ് ബൈ m പ്ലസ് n. പിന്നെ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ ചോദ്യത്തിലെ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാന്ന് വിചാരിക്കാം. എങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലസിന്റെ ഇക്വേഷൻ മാത്രം ചെയ്യുക, ഏതൊരു ഒരെണ്ണം മാത്രം കേട്ടോ. മൈനസിനേക്കാളും നമുക്ക് എളുപ്പം വരുന്നത് പ്ലസിന്റെ ആയിരിക്കും. പ്ലസിന്റെ ഇക്വേഷൻ, അതായത് ഇന്റേണൽ ഡിവിഷന്റെ ഇക്വേഷൻ ചെയ്യുക. കിട്ടുന്ന റേഷ്യോ ഉണ്ടാവില്ലേ, അത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. കിട്ടുന്ന റേഷ്യോ പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് നമ്മൾ എടുത്ത ഇക്വേഷൻ ശരിയാണ്. നമ്മൾ എടുത്ത ഇക്വേഷൻ ആദ്യ ഇന്റേണലിന്റെ എന്ന് പറഞ്ഞാൽ അത് ഇന്റേണൽ ഡിവിഷൻ ആയിരിക്കും. അതേസമയം നമുക്ക് കിട്ടുന്ന റേഷ്യോ നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ എടുത്ത ഇക്വേഷൻ തെറ്റാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് ഏതാ, എക്സ്റ്റേണൽ ഡിവിഷൻ. ഇങ്ങനെ നമുക്ക് ഐഡന്റിഫിക്കേഷൻ പറ്റും. അതായത് ഒറ്റ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് രണ്ടും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്ക് റേഷ്യോ കിട്ടി, ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാരലലും പെർപെൻഡിക്കുലർ ആയിരിക്കും. 2 വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദം എത്രയാ, 90 ഡിഗ്രി അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി. എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഇത് വെക്ടറും ഇത് മോഡുലസ് ആണ് കേട്ടോ. എ ഡോട്ട് ബി കോസ് തീറ്റ അല്ലേ, അതിൽ കോസ് 90 0 അല്ലേ. അപ്പൊ ഇഫ് എ എന്ന് പറഞ്ഞ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബി എന്ന് പറഞ്ഞ വെക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ഡോട്ട് ബി എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ 2 വെക്ടർ മറ്റേ a1 i cap plus a2 j cap plus a3 k cap parallel to b1 b2 b3 ആണെന്ന് വിചാരിക്കുക. പാരലൽ ആണെന്നുണ്ടെങ്കിൽ a1 by b1 ഈക്വൽ ടു a2 by b2 ഈക്വൽ ടു a3 by b3 ആയിരിക്കും. ഇക്വേഷൻ എന്താന്ന് നോക്കാം. പ്രൊജക്ഷന്റെ ഇക്വേഷൻ ഡയറക്റ്റ് പഠിക്കാൻ വേണ്ടു. അതായത് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ ബി ആണെങ്കിൽ നമുക്കതിന് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ബി വെക്ടർ എന്നും, അതുപോലെ തിരിച്ച്
വെക്റ്റർ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ബി ഓൺ എ. ആരുടെ ഓൺ എ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി, എ ഡോട്ട് ബി തന്നെ മുകളിൽ ഡിവൈഡഡ് ബൈ എ വെക്റ്റർ എഴുതണേ, എ വെക്റ്ററിന്റെ മോഡുലസ് കേട്ടോ. അത്രേ ഉള്ളൂ. ഇതായിരുന്നു നമ്മളുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ആണ്. ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ഉണ്ട്, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഉണ്ട്. അപ്പം ഏരിയ ഓഫ് പാരലലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡുകൾ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എ വെക്ടറും ബി വെക്ടറും ആയിരിക്കാം. എങ്കിൽ എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ, എ ക്രോസ് ബി ചെയ്ത് അതിന്റെ മോഡുലസ് കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന്റെ ഏരിയ ആയി. അതേസമയം ട്രയാങ്കിൾ ആകുമ്പോൾ എന്താ പ്രത്യേകത, ഇതിന്റെയൊക്കെ ഒരു ഹാഫ് പോലെ അല്ലേ ഇരിക്കുന്നത്. അത് ഇതേപോലെ തന്നെ എ വെക്ടറും ബി വെക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എ വെക്ടർ ക്രോസ് ബി വെക്ടർ ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ടുള്ളത് തിയറി ആയിട്ട്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ വരുവാണെങ്കിൽ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ തീരെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.